നമ്മളൊന്ന് ഇവിടെ നോക്കുന്നത് ഈ വീടിന് എന്തെങ്കിലും ഇപ്പൊ പുതിയതായിട്ട് താമസം തുടങ്ങിയ ഒരു വീടാണ്. അപ്പോൾ ഈ വീടിന് എന്തെങ്കിലും രീതിയിലുള്ള ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഉണ്ടോ, പോസിറ്റീവ് ആണോ, അതല്ല എന്തെങ്കിലും രീതിയിലുള്ള ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമേ നമ്മൾ വീടിന്റെ പ്രധാന വാതിലിന്റെ അകത്തോട്ടാണ് കടന്നു ചെല്ലുന്നത്. അതെ, ഇത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. വീടിന്റെ മുൻവശത്തെ കാര്യത്തിൽ തന്നെ പോസിറ്റീവായിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അതിന് നാല് ചുറ്റും, അതിന്റെ വീടിന്റെ നാല് ചുറ്റും നമ്മളിങ്ങനെ കറങ്ങി പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫൗണ്ടൻ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എനർജിയാണ് ഈ വീട്ടിലുള്ളത്. എല്ലാം വിശ്വാസാനുസരണം വാസ്തുശാസ്ത്രപരമായിട്ട് അത് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ പ്രകാരം ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു വിധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇല്ല, ഇവിടെ ഒന്നുമില്ല. പോസിറ്റീവായിട്ടുള്ളതാണ് കാണിക്കുന്നത്. എന്നാലിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ വീടിന്റെ ഏകദേശം മധ്യഭാഗത്ത് വെളി സൈഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ സൈഡിൽ അവിടെ എന്തോ നെഗറ്റീവായിട്ട് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പോസിറ്റീവ് അല്ല, ഒരു 40% മാത്രമേ പോസിറ്റീവായിട്ട് അത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് നിൽക്കുന്നത് കൊണ്ട് അതിന്റെ വേസ്റ്റേജ് എല്ലാം ഇതുവഴി ആയിരിക്കണം കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ട് ഉണ്ട്. എങ്ങനെയാണ് ഇതിന് എനർജി കൊടുത്തിട്ട് ഈ ദോഷങ്ങളെ ഇല്ലെങ്കിൽ ഈ എനർജി, നെഗറ്റീവ് എനർജിയെ ഈ മാറ്റിയെടുക്കേണ്ടതെന്നാണ് നാം ഇനി പരിശോധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സൈഡും കൂടെ നോക്കിയതിന് ശേഷം ഇവിടെ വന്നതിന് വീണ്ടും വന്നിട്ട് അവിടെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള കാര്യം നോക്കാം. ആ സ്ഥലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ഓപ്പണായി, സ്കാനർ ഓപ്പണായി വരികയും അത് പോസിറ്റീവായിട്ട് കാണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡും കൂടി നമുക്ക് നോക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമുണ്ട്. അപ്പോൾ ആ ഉപകരണം വെച്ചിട്ട് നമ്മളവിടെ പോസിറ്റീവ് ആകുമോ ഇല്ലെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഉപകരണമാണ് ജിയോപതിക് സ്ട്രെസ് റാഡുകൾ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് റാഡുകൾ നമുക്കതിവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതാണ് ജിയോപതിക് സ്ട്രെസ് റാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഡിനെ നമുക്ക് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് വീണ്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നതെന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. നമ്മൾ ഏകദേശം വന്നിട്ടുള്ള ഇവിടെ ഈ ഒരു സൈഡിൽ വന്നപ്പോഴാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റാഡ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ വന്നപ്പോൾ ഈ യൂണിവേഴ്സൽ സ്കാനർ ഇത് ഓപ്പൺ ആയില്ലായിരുന്നു, അത് നെഗറ്റീവായിട്ട് നിന്നു. എന്നാൽ ഈ റാഡ് വെക്കുന്നതിലൂടെ നോക്കൂ, ഇതിപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇതാണ് നാം കാണേണ്ടത്. അപ്പം നമ്മൾ ആദ്യം കാണിച്ചത് ഇപ്പൊ ഇത് നോക്കുമ്പോൾ ഈ ജിയോപതിക് റാഡ് ഞാൻ എടുത്ത് മാറ്റി ഇവിടുന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നോക്കുകയാണ്. നോക്കുമ്പോൾ ഇവിടെ ഇത് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. നോക്കൂ, തികച്ചും നെഗറ്റീവാണ്. എന്നാൽ അതിന്റെ ആ റാഡ് കൊണ്ട് വെച്ചതിന് ശേഷം അവിടെ റാഡ് പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ. ആ റാഡ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നോക്കൂ, അത് തികച്ചും പോസിറ്റീവായി മാറി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് നിസ്സാരമായിട്ട് യാതൊരു വിധമായിട്ടുള്ള തന്ത്രങ്ങളോ മന്ത്രങ്ങളോ പൂജകളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
അപ്പൊ അതിന് നമ്മുടെ ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന ജിയോപൊളിറ്റിക് സ്ട്രെസ് ലൈനുകളെ റിവേഴ്സ് ചെയ്ത് ഭൂമിക്ക് അടിയിലോട്ട് വിടുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയത്. ഇനി നമ്മൾ നോക്കുന്നത് വീടിനകത്തോട്ട് നമ്മൾ കയറുകയാണ്. ഈ വീട്ടിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ ഇവിടെ ഏത് രീതിയിലുള്ള ഇത് നമുക്കിവിടെ ഇരിക്കട്ടെ, ഈ റാഡിന്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ഇതിനകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ, ഈ വീടിനകത്ത് പോസിറ്റീവാണ്. വീടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ സ്കാനർ ഓപ്പണായി വന്നു. ഈ സ്ഥലത്തെല്ലാം നമ്മൾ നോക്കുകയാണ്. വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഒരു നോട്ടമാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ലാഫിംഗ് ബുദ്ധയെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനം ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ സ്ഥാനം ശരിയല്ല എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം, ട്രാഫിക് ബുദ്ധയെ മാറ്റിയതിനു ശേഷം ആ സ്ഥലം നോക്കാം. അവിടെ പോസിറ്റീവ് ആണോ അല്ലയോ? നോക്കൂ, അത് പോസിറ്റീവ് ആയിരിക്കുന്നു ആ സ്ഥലം. അപ്പൊ എന്നാൽ ഈ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധയുടെ സ്ഥാനം മാറ്റിയതിനു ശേഷം നമുക്ക് ഈ സ്ഥാനത്തിന് ഈ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധ ഈ ഭാഗത്ത് വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം അദ്ദേഹത്തിന്റെ ആ പ്ലേസിംഗ് സ്ഥാനം അതാണോ എന്ന്. നോക്കൂ, എത്ര പോസിറ്റീവ് ആയിരിക്കുന്നു. അപ്പൊ ആ സ്ഥലത്ത് അത് അനുയോജ്യമല്ല എന്നാണ് കാണിച്ചത്. അതുപോലെ ഓരോ വീട്ടിനകത്തുള്ള ഓരോ ഉപകരണങ്ങളും സാധനങ്ങളും വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയതിനു ശേഷം ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ ഈ ടോയ്ലറ്റിനെയാണ് നോക്കുന്നത്. അപ്പൊ ഈ ടോയ്ലറ്റ് ശരിക്കും പോസിറ്റീവായിട്ട് അല്ല കാണിക്കുന്നത്. ഒരു